എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിരൺ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതേപോലെ പ്രകാശൻ രാഹുലിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. ആ സമയത്ത് പ്രകാശനാണെങ്കിൽ ആകെ പതറി. ഈശ്വര, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവൻ കല്യാണി മോളെ കൊല്ലുമെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് എന്തിനാ വന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ പതുക്കെ പതുക്കെ അകത്തേക്ക് കയറുന്നത് പ്രകാശൻ കാണുകയാണ്. പെട്ടെന്ന് തന്നെ പ്രകാശൻ കിരണിനെ ഫോൺ വിളിച്ചു. കിരൺ ഫോൺ എടുത്തു. ഹലോ, എന്താ, എന്ത് വേണം? മോനെ മോനെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. ഞാൻ പറയുന്നത് മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? മോനെ, ആ രാഹുൽ മെസ്സേജ് അയച്ചിരുന്നത് കല്യാണി മോളെ ഇന്ന് കൊല്ലുമെന്നും പറഞ്ഞല്ലേ? എന്നാ നിങ്ങളെ വഴിതിരിക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെ പറഞ്ഞത്. എന്നാ അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കല്യാണി മോളെ അല്ല, മോൻ്റെ അച്ഛനെയും അമ്മയുമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സത്യം ഞാൻ പറയുന്നത്. മോൻ്റെ വീട്, അച്ഛൻ്റെ അമ്മയുടെ വീട് വരെ വാ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അവൻ നിങ്ങളുടെ വീട്ടിൽ കയറി ഒളിഞ്ഞിരിപ്പുണ്ട് മോനെ. ഞാൻ കണ്ടതാ, എൻ്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ. അത് കേട്ടതും കിരൺ ഞെട്ടലോടുകൂടെ കിരൺ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം പ്രകാശം കാത്തുനിന്നു. എന്നിട്ട് ആ ഓട്ടോക്കാരനോട് പറയുക, ചേട്ടാ കുറച്ചു നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഞാനൊന്ന് പോയിട്ട് വരട്ടെ, അതുവരെ നിൽക്കാവോ? എൻ്റെ പൊന്നി ഏട്ടാ, ഇതുപോലെ പല ആൾക്കാരും ചെയ്യാറുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പോയവരെ പിന്നെ ഇങ്ങോട്ട് കാണാറില്ല. ചേട്ടൻ പോയിട്ട് തിരിച്ചു വരുമല്ലോ അല്ലേ? അപ്പോൾ ഒരു 500 രൂപ പോക്കറ്റിൽ നിന്നെടുത്ത് പ്രകാശൻ അയാൾക്ക് കൊടുക്കുക. ഇന്നാ ഇത് മുഴുവനും വെച്ചോ, വെയിറ്റിംഗ് ചാർജിനുള്ളതും ബാക്കിയും വെച്ചോ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മതി. വേണ്ട ഏട്ടാ, ചേട്ടൻ പോയിക്കോ, എനിക്ക് ചേട്ടന് വിശ്വാസമാണ്, പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരൻ പ്രകാശനെ അങ്ങോട്ട് പോയിക്കോളാൻ പറയുക. ഈ സമയം പ്രകാശനും പതുങ്ങി രാഹുലിൻ്റെ പിന്നാലെ പോയി. എന്നിട്ട് CS-ൻ്റെയും രൂപയുടെയും വീടിൻ്റെ ബാക്കിൽ മറഞ്ഞു നിന്നു. ഈ സമയമാണെങ്കിൽ കിരൺ അങ്ങോട്ട് എത്തുക. കിരണിൻ്റെ കാറ് കണ്ടതും പ്രകാശൻ അവിടെ നിന്നും ഓടി അങ്ങോട്ട് ചെന്നു. മോൻ വന്നത് നന്നായി. അവനെ പതുങ്ങി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ കണ്ടു, എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ അവൻ്റെ കയ്യിൽ തോക്കുണ്ട്. കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ്റെ പിന്നാലെ ഞാൻ ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നത് കാണാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തിയാനായിരുന്നു. ഉറപ്പായിട്ടും മോൻ്റെ അച്ഛനും അമ്മയെ രക്ഷിക്കണം. അതുകൊണ്ട് മോൻ അകത്തേക്ക് ചെല്ല്. അപ്പോൾ കിരൺ, ഈ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് പങ്കില്ലല്ലോ. അവൻ അകത്ത് കയറിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അയ്യോ, ദൈവമാണേ സത്യം, ഈശ്വരന്മാരാണേ സത്യം, പരമശിവനാണേ, വിഘ്നേശ്വരനാണേ സത്യം. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മോനെ. നിങ്ങളെയൊക്കെ രക്ഷിക്കാനേ ഞാൻ കാത്തു നിന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ കല്യാണി മോളെ കൊല്ലുമെന്ന് വിചാരിച്ച് അവൻ്റെ പിന്നാലെ ഞാൻ പോകുമായിരുന്നു, അവനെ ഇല്ലാതാക്കാൻ, എനിക്കെന്ത് സംഭവിച്ചാലും അവനെ തീർക്കാൻ. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ ഇങ്ങോട്ട് വരുമെന്ന്. പിന്നീടാ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിച്ച് വഴിതിരിച്ചു വിട്ട്, അതായത് ഇന്ന് കല്യാണിയെ കൊല്ലുമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കല്യാണിക്ക് കാവലായിരിക്കും. അതറിയാതെ അവൻ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ ആരും കാവലുണ്ടാവില്ലല്ലോ, അതവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ക്രിമിനൽ ബുദ്ധിയാ മോനെ, സൂക്ഷിക്കണം. ഞാൻ നിങ്ങളെ വിശ്വസിക്കാം, പക്ഷേ ഇതിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്നറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. മോൻ എന്ത് വേണേലും ചെയ്തോ, എനിക്കതിലൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം പറഞ്ഞു തീർക്കാൻ സമയമില്ല. മോൻ്റെ അച്ഛനും അമ്മയും പോയി രക്ഷിക്ക്, അവൻ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ കിരൺ ആലോചിക്കുക, അതിന് അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ എന്നും. ഈ സമയം മോനെ ആലോചിച്ച് നിൽക്കാതെ ചെല്ല്, അകത്തെങ്ങാനും മോൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ തോക്കുണ്ട്, അവരെ രക്ഷിക്ക്, പോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ നിർബന്ധിച്ച് കിരണിനകത്തേക്ക് പറഞ്ഞു വിടുക. ഈ സമയം കിരണും പതുങ്ങി അങ്ങോട്ട് ചെന്നു. പിന്നാമ്പുറത്തെത്തി. പിന്നാമ്പുറത്തെ കതക് താക്കോൽ ഉപയോഗിച്ച് പതുക്കെ തുറന്നു. അതിനുശേഷം അകത്ത് കയറി ഒരു ഫ്ലവർ വേസ് കയ്യിലെടുത്ത് കിരൺ അവിടെയൊക്കെ തെരഞ്ഞു. രാഹുൽ എവിടെയുമില്ല. അവൻ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അച്ഛനെ കൊല്ലാനായിരിക്കും അവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അച്ഛൻ്റെ റൂമിലുണ്ടാവും. എന്തായാലും അവൻ കാണുന്നതിന് മുമ്പ് എവിടെയെങ്കിലും മറിഞ്ഞിരിക്കണം. എന്തായാലും അച്ഛനമ്മയും വരട്ടെ, എന്നിട്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ അവിടെയൊക്കെ നോക്കിയിട്ട് പതുങ്ങിപ്പോയി നിൽക്കുക നമ്മുടെ CS-ൻ്റെ റൂമിൽ. ഈ സമയമാണെങ്കിൽ ഒന്നും അറിയാതെ രാഹുൽ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കിരണും ആലോചിക്കുക, എൻ്റെ അച്ഛനാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ അവനെ തീർക്കാൻ എനിക്ക് തോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, കൊന്നുകളയും ഞാൻ ആ നാറിയെ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരണം ഒളിച്ചിരിക്കുകയാണ്. ഈ സമയം പ്രകാശനെ കാണുക, പ്രകാശനെ കാണിക്കുക. പ്രകാശനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, എൻ്റെ ഈശ്വരന്മാരെ, അവർക്കൊന്നും ഒരാപത്ത് സംഭവിക്കരുത്. നല്ലവരവർ, എൻ്റെ കല്യാണി മോളെ നന്നായിട്ട് നോക്കുന്നവർ, അവരെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ CS രൂപയും വന്നു. CS രൂപയോട് ചായ എടുക്കാൻ പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി കതക് തുറന്ന് CS കതക് തുറക്കുന്ന ശബ്ദം കേട്ട് രാഹുൽ തയ്യാറെടുപ്പോടുകൂടെ നിൽക്കുക.
തോക്കും പിടിച്ചുകൊണ്ട്. അപ്പോൾ CS ലൈറ്റ് ഇട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ തോക്കും കൊണ്ട് CS മുൻപിലേക്ക് പെട്ടെന്ന് ഒരാൾ തോക്കും കൊണ്ട് ചാടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളാകെ പകച്ചു നിൽക്കില്ലേ, അതുപോലെ CS നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ CS ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ, നിന്നെ തീർക്കാനാ ഞാൻ ഇത്രയും നേരം പാടുപെട്ടത്. ആ കല്യാണിയെ തീർക്കുമെന്നും പറഞ്ഞ് നിങ്ങളെയൊക്കെ വഴിതിരിച്ചു വിട്ടതും അതിനു വേണ്ടിയാ. ഇനി നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ലടാ. അപ്പോൾ CS പേടിയോടുകൂടെ രാഹുലെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ രാഹുൽ, നീ എത്ര കെഞ്ചിയാലും നിന്നെ ഞാൻ തീർക്കും. അപ്പോഴേക്കും നമ്മുടെ കിരൺ ഒരൊറ്റ തള്ള് CS തെറിച്ചുപോയി കട്ടിലേക്ക് വീണു. അതിനുശേഷം കാല് രണ്ടും പൊക്കി രാഹുലിൻ്റെ കൈക്കിട്ടൊരൊറ്റ ചവിട്ട്, കയ്യിലിരുന്ന തോക്ക് തെറിച്ചു പോയി വീണു. രാഹുലിനെ പിടിച്ച് ഒരൊറ്റ തള്ള്, പിടിയും വലിയും ഇടിയുമായി. ഈ സമയം എന്താണെന്നൊന്നും മനസ്സിലാവാതെ CS അവിടെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. കാരണം ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ ഇരുന്ന കിരൺ എങ്ങനെ ഇവിടെ എത്തി, ഈ രാഹുൽ എപ്പോഴും ഇതിനകത്ത് കയറി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് CS ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്. അപ്പോഴേക്കും സകല ശക്തിയും പുറത്തെടുത്ത് രാഹുലിനെ ബലമായിട്ടൊരൊറ്റ തള്ള് കിരൺ തള്ളിയതോടുകൂടെ രാഹുൽ തെറിച്ചുപോയി ഇടിച്ചതിന് ശേഷം ചോരയൊഴുകി അവിടെ കിടന്നു. അപ്പോഴേക്കും CS രൂപയും ഒക്കെ ഞെട്ടി നിൽക്കുക. ഇതാണ് സംഭവിച്ചത് അച്ഛാ. ഇത്രയും നേരം നമ്മൾ തെറ്റുകാരനാണെന്ന് വിചാരിച്ച, നമ്മൾ തള്ളിപ്പറഞ്ഞ, ഇന്നലെ വരെ നമ്മൾ വിശ്വസിക്കാത്ത ഒരാളാ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത്. ഇവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു പ്രകാശൻ. ഇവനോടൊപ്പം നിന്ന് അയാൾ നമ്മളോട് നല്ലത് ചെയ്യുമായിരുന്നു. ഇവനോടൊപ്പം നിന്ന് ഇവൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു. എല്ലാം അയാൾ അറിഞ്ഞത്, ഇവൻ ഇങ്ങോട്ട് വരാൻ പോകുന്നതൊക്കെ അറിഞ്ഞത് ഇവൻ്റെ കൂടെ അയാൾ നിന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് രക്ഷപ്പെട്ടത്. അച്ഛനെ അമ്മയും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചത്. അപ്പോഴേക്കും രൂപ ഇങ്ങനെ തുറച്ചു നോക്കും അയാളെ. അമ്മ, ഇന്നലെ വരെ അമ്മ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നവനല്ലേ? അമ്മയുടെ ആങ്ങളെന്ന് പറഞ്ഞ അമ്മക്ക് ജീവനായിരുന്നില്ലേ? ഇയാൾക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ പോലും അമ്മ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? ഇയാളുടെ വിചാരം മുഴുവനും ഇപ്പോഴും അച്ഛനും അമ്മയും സന്തോഷത്തോടെ ജീവിക്കരുത്, അതിനു വേണ്ടിയാണ് ഇയാൾ തയ്യാറെടുക്കുന്നത്. ഇയാളുടെ മനസ്സിലിരിപ്പം എന്താണെന്നറിയാമോ? കുഞ്ഞുനാളിലെ ഞങ്ങൾ അനാഥയായിട്ട് ജീവിച്ചതുപോലെ ഇപ്പോഴും ജീവിക്കണം. ഇയാളുടെ മോൾക്ക് മാത്രം എല്ലാ സ്നേഹവും കിട്ടണം, ഞങ്ങൾക്ക് ഒരു സ്നേഹവും കിട്ടാൻ പാടില്ല. അത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ള ഒരുത്തനാ. എടാ, നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ. എൻ്റെ ഈശ്വര, ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ആദ്യമൊക്കെ നീ ദുഷ്ടനാണെന്ന് മനസ്സിലായിരുന്നു. വീട് ചന്ദ്രേട്ടാ, ഇവൻ ചെയ്ത തെറ്റ് ഇവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ്റെ മോള് സ്വന്തം അമ്മയല്ല കൂടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞ് തകർന്ന് നടക്കുക. ഇനി അതുമാത്രമാണോ? അവളുടെ ഭർത്താവ് ലോക കള്ളന, നാട് നീടെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മൊത്തത്തിൽ അങ്ങ് തകരും. ഇവൻ്റെ ജീവിതവും തകർന്നു. ഇവൻ എന്നോടും എൻ്റെ മക്കളോടും എൻ്റെ ചന്ദ്രേട്ടനോടും ചെയ്ത ക്രൂരതയ്ക്ക് ഇവന് ദൈവം കൊടുത്ത ശിക്ഷയാത്. അതുകൊണ്ട് തന്നെ അത് ഇവൻ്റെ മോളുടെ തലേന്ന് പോകാൻ പോകുന്നില്ല. ഇവൻ്റെ മോൾ ഇനിയും അനുഭവിക്കും, ഒരുപാട് അനുഭവിക്കും. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം തന്നെ അവളെന്തോ പാതിയൊക്കെ അറിഞ്ഞ മട്ട. അതുപോലെയാ അവളുടെ അന്വേഷണം നടപ്പൊക്കെ. എന്തായാലും അവളുടെ ജീവിതം തകരും. നീ ചെയ്തത് മുഴുവനും അവൾക്ക് വേണ്ടിയല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവൾ ഇനി സന്തോഷത്തോടെ ജീവിക്കില്ലടാ. അതുകൊണ്ട് ഇനി നീ അവൾക്ക് വേണ്ടി ചെയ്തിട്ട് ഒന്നും കാര്യമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളെ കൊല്ലാനല്ല നീ ഇങ്ങോട്ട് കയറിയത്, എന്നാ ഇന്ന് നിന്നെ തീർക്കും, നിന്നെ ഇന്ന് തീർക്കൂടാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് CS കിരണും ഒക്കെ രാഹുലിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. ഈ സമയം നമ്മുടെ രാഹുൽ കിരണിനെ CS തുറച്ചു നോക്കുക. നീയൊക്കെ എന്നെ എന്ത് ചെയ്താലും ശരി, എന്നെ കൊന്നാലും ശരി, നിൻ്റെയൊക്കെ കാലൻ ജയിലിനകത്ത് കിടപ്പുണ്ട്. അവർ രണ്ടുപേരും വെളിയിലിറങ്ങും, നിന്നെയൊക്കെ കൊല്ലും. അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ കൊന്നാലും നിങ്ങളുടെ മരണം ഉറപ്പാ, നിങ്ങളുടെ നാശവും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ടത് അച്ഛാ, എനിക്കാണെങ്കിൽ കലി കയറുക. ഇവനെ ഞാൻ അങ്ങ് കൊല്ലട്ടെ അച്ഛാ. ഇവനെ കൊന്നിട്ട് ജയിലിൽ പോയാലും വേണ്ടില്ല, അങ്ങനെയെങ്കിലും മനസ്സിന് സമാധാനം കിട്ടും. വേണ്ടട മോനെ, നിന്റെ ഇടികൊണ്ട് ചാകാനുള്ള യോഗമൊന്നും ഇവനില്ല. അത്രയ്ക്ക് നശിച്ച യോഗം ഇവൻ്റെ. അതുകൊണ്ട് ഇവൻ നരകിച്ച് ചാകണം. ഇവനെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരുമല്ലോ, അപ്പം നമുക്ക് നോക്കാം. അത് കേട്ടതും കിരൺ താഴെ കിടന്ന് തോക്കെടുത്തതിന് ശേഷം രാഹുലിന് നേരെ ചൂണ്ടി, കൊല്ലട്ടേടാ, വെക്കിട്ടേടാ നിന്നെ ഞാൻ വെടി, നിന്റെ നെഞ്ചത്ത് ഞാൻ വെക്കിട്ടടാ വെടി. ഈ തോക്ക് ഞാൻ നിന്റെ നേരെ ചൂണ്ടുമ്പോഴും നിന്റെ മനസ്സിൽ പേടിയുണ്ട്.
ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ടെൻഷനുണ്ട്. സംസാരത്തിനിടയിലും ഇതൊന്നും ഞാൻ പൊട്ടിക്കുമോ എന്നുള്ള ടെൻഷൻ നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മരണത്തെ ഇത്ര പേടിയുള്ള നീ എന്ത് ധൈര്യത്തിലാടാ ഇങ്ങോട്ട് കയറിയത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അമ്മയുടെ ആങ്ങളെയാ. സ്വന്തം ആങ്ങളെ അമ്മ എന്തുമാത്രം വിശ്വസിച്ചു, എന്തുമാത്രം സ്നേഹിച്ചു. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി മോനെ, എല്ലാം മനസ്സിലായി. എന്തായാലും ഇവനൊന്നും ഇനി ജീവനോടെ ഇരിക്കരുത് ചന്ദ്രേട്ട. ഇവനൊക്കെ ചാകണം. എൻ്റെ കുടുംബത്തെ തകർത്ത നിന്നെ വെറുതെ വിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നിനക്കുള്ള ശിക്ഷ മുകളിൽ നിന്നും വരുന്നുണ്ടടാ. നീ നരകിച്ച് പുഴുവരിച്ച് ചാകും. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ നീ കിടക്കും. അതിനു വേണ്ടിയാ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നേ. ഒറ്റയടിക്ക് കൊന്ന നീ ചെയ്ത പാപങ്ങൾക്കൊന്നും ഒരു ഇതും ആവില്ല, ഫലവും ഉണ്ടാവില്ല. അതുകൊണ്ടാ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ ദൈവം ഒരവസരം തരും. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും രാഹുലും രൂപയും ഒക്കെ CS-ഉം രൂപയും ഒക്കെ രാഹുലിനെ പൊളിച്ചെടുക്കുക. ഈ സമയം എടാ വാടാ, നടക്കടാ അങ്ങോട്ട്, എടാ നടക്കാൻ, നിന്നെയും കൊണ്ടുപോകാൻ ഇവിടെ നാളെ വരുന്നുണ്ട്, വാടാ മര്യാദയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങനെ തള്ളിയിട്ടുകൊണ്ട് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാഹുൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക. എന്നെ കൊണ്ടുപോയാലും എന്നെ പിടിച്ചു കൊടുത്താലും നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ പിറുപിറുക്ക നടക്കടാ എന്നും പറഞ്ഞ് മുതുകത്തിട്ട് അടിച്ചും തൊഴിച്ചും ഒക്കെ കിരണും CS-ഉം കൂടെ രാഹുലിനെ വലിച്ചഴിച്ചുകൊണ്ട് വരിക. ഈ സമയം പോലീസുകാർ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സാറേ, എൻ്റെ വീട്ടിൽ കയറി ഒളിച്ചിരുന്ന് എന്നെ കൊല്ലാൻ ഇവൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ പിടിയും വലിയും നടന്നു. ആ സമയത്ത് എന്നെ രക്ഷിക്കാൻ തള്ളി മാറ്റുമ്പോൾ അവൻ്റെ തല ചെന്ന് മതിലിടിച്ചു. അത്രയേ ഉള്ളൂ. ചോര കുറേ വാർന്നു പോയിട്ടുണ്ട്. എന്നാലും ആയുസുള്ളതുകൊണ്ട് ഇവന് കുഴപ്പമൊന്നുമില്ല. കൂട്ടിക്കൊണ്ട് പോവാ സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ SI-യുടെ കയ്യിലേക്ക് രാഹുലിനെ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ രാഹുൽ ഇങ്ങനെ ടെൻഷനോടുകൂടെയും ദേഷ്യത്തോടു കൂടെയും രൂപയെയും CS-നെയും കിരണിനെയും മാറി മാറി നോക്കുക. എന്താടാ നോക്കുന്നേ? നീന് ജയിലിൽ അഴിയണ്ണ, ജാമ്യം പോലും കിട്ടാതെ ജയിലിനകത്ത് കിടന്ന സുഖിക്ക് അങ്ങനെ ഇടയിൽ ജയിലിൽ കിടക്കുമ്പോഴും നിന്റെ മനസ്സ് നിന്റെ മകളുടെ അടുത്തായിരിക്കണം. കാരണം അവൾ ഇനി കരയാൻ പോകുന്നതേ ഉള്ളൂ. അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവുക. നീ ഇത്രയ്ക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വെറുതെ വിടത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പ്രകാശം വരിക. പ്രകാശം വന്നതും SI നോക്കുകയാണ്. ഇവനെന്താ ഇവിടെ? അയാൾ കുഴപ്പക്കാരനല്ല സാർ. അയാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയത്. അയാളാ എല്ലാ വിവരവും എനിക്ക് കൈമാറിയത്. ഇയാളുടെ കൂടെ നിന്ന് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. അയാളിപ്പോൾ ഞങ്ങളുടെ രക്ഷകനാണ് സാർ. അത് കേട്ടതും SI രാഹുലിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് തള്ളി ജീപ്പിലേക്ക് കയറ്റി കൂട്ടിക്കൊണ്ട് പോവുക. ഈ സമയം നമ്മുടെ പ്രകാശൻ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? സമാധാനമായി, സന്തോഷമായി. പേടിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് മോനെ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്. അത് കേട്ടതും നിങ്ങൾ എന്നെ രക്ഷിച്ചു. പക്ഷേ ഇന്ന് കല്യാണിയാണ് അവൻ കൊല്ലാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കല്യാണിയെ രക്ഷിക്കുമായിരുന്നോ? കല്യാണിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ? ഇന്നലെ വരെ ഇപ്പോഴും കല്യാണി നിങ്ങളുടെ മനസ്സിൽ വെറുക്കപ്പെട്ട മകളല്ലേ? ഒരിക്കലുമില്ല. ഇവൻ കല്യാണിയെ മാത്രമല്ല, എൻ്റെ പെൺമക്കളെയോ നിങ്ങളെയോ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന ആരെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ രക്ഷിക്കും സാറേ. ജീവൻ കൊടുത്താണെങ്കിലും ഞാൻ രക്ഷിക്കും. എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ രക്ഷിക്കും. എനിക്ക് അതിലൊന്നും ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല സാറേ. എന്താണെന്നറിയാമോ? എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുക. അതിനിടയിൽ ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തം വേണ്ട സാറേ. എൻ്റെ പെൺമക്കളെ ഞാൻ വെറുക്കുമായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സാറേ, എൻ്റെ പെൺമക്കളൊക്കെ എന്നെ ഒരു പ്രാവശ്യം അച്ഛന്നോ വിളിച്ചുകൊണ്ട് ഓടി വരണേന്ന്. അങ്ങനെ ഒരു ചിന്തയുമായിട്ട് നടക്കുന്നവനാ സാറേ ഞാൻ. ആ ആഗ്രഹം പൂർത്തിയാക്കാതെ എൻ്റെ പെൺമക്കളൊക്കെ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കോ സാറേ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അതിന് ഏതറ്റം വരെ ഈ പ്രകാശം പോകും സാറേ. ഈ പ്രകാശം മാറി, പഴയ പ്രകാശനല്ല ഇപ്പോൾ. ഒരുപാട് ഇപ്പം നല്ല മനസ്സുണ്ട് ഈ പ്രകാശൻ്റെ മനസ്സ് ഇപ്പോൾ ഒരുപാട് മുകളിലാണ് സാറേ. അതുകൊണ്ട് ആശ്വാസവും സന്തോഷവും ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട്. കാരണം ഇന്ന് പ്രകാശൻ്റെ മനസ്സിൽ ഇരുട്ടില്ല, വെളിച്ചം നിറഞ്ഞു നിൽക്കുക സാറേ. അതുകൊണ്ട് രക്ഷിക്കും. എന്ത് വില കൊടുത്തും നിങ്ങൾക്കൊന്നും ഒരു പോറല് പോലും ഏൽക്കാൻ ഈ പ്രകാശം സമ്മതിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ മകൾ കല്യാണിക്കും കാർത്തികയ്ക്കും കാദംബരിക്കും. അത് കേട്ടതും ഇന്നലെ വരെ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ മനസ്സിൽ ഇരുട്ടായിരുന്നല്ലോ. നിങ്ങൾ അവരുടെ അച്ഛനല്ല എന്നല്ലേ പറഞ്ഞുകൊണ്ട് നടന്നേ? അതെ സാറേ, അതിനൊക്കെ പ്രായശ്ചിത്തം തേടുക ഞാൻ എൻ്റെ പെൺമക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി.
ഇന്ന് പ്രകാശൻ്റെ മനസ്സിൽ വെളിച്ചം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം പ്രകാശൻ്റെ പെൺമക്കളാണെന്ന് ഈ പ്രകാശന് ബോധ്യപ്പെടുത്തി തന്നു സാറേ ദൈവങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പ്രകാശൻ ഇപ്പം ചെയ്തത് ആത്മാർത്ഥതയോട് തന്നെയാണ്. അത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. സാരമില്ല, വിശ്വസിക്കേണ്ട സാറേ, എനിക്കതിലൊരു പരാതിയില്ല. കാരണം ഞാൻ ചെയ്ത തെറ്റ് അത്രയ്ക്ക് മുകളില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വാക്ക് തരുക, ഞാൻ രക്ഷിക്കും. എൻ്റെ പെൺമക്കൾക്കെന്നല്ല, നിങ്ങൾക്കും ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെയൊക്കെ ഞാൻ രക്ഷിക്കും സാറേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ദൈവത്തെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.